ഹലോ. എങ്ങനെയുണ്ട് ഡംബൽ കൊണ്ടുള്ള ട്രാൻസിഷൻ? അപ്പോൾ ഹായ് ഹലോ എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വെൽക്കം ടു ഡേ 21 ഓഫ് മൈ 100 ഡേയ്സ് ചലഞ്ച്. നമ്മൾ ലൈഫിൽ എത്ര നല്ല കാര്യം ചെയ്തിട്ട് ഒരു കഥയില്ല. എന്തെങ്കിലും ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പറയാൻ ആ തെറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഏകദേശം 1ാം ക്ലാസ് മുതൽ ബി.എഡിന് വരെ എല്ലാ ക്ലാസ്സിലും ലീഡറായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് കൊച്ചിലെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിലെ ടീച്ചറില്ലാത്ത സമയത്തൊക്കെ ഞാൻ പേരെഴുതി വെക്കുക, അങ്ങനെ മിണ്ടാതിരിക്കാൻ പറയുക, എല്ലാ പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷെ ഒരു വട്ടം ഇൻസ്പെക്ഷന് വന്ന സമയത്ത് ഞാൻ ഇവർ ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞില്ല. പിള്ളേരെല്ലാം ഭയങ്കര ബഹളം. ടീച്ചേഴ്സ് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ബട്ട് എന്താ അവർ മിണ്ടാതിരുത്തില്ല. അവർ പറഞ്ഞിട്ട് കേൾക്കാത്തത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുമെന്നാണ് അവരുടെ വിചാരം എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് ആളുകളെല്ലാം പോയി കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് വന്നിട്ട് എന്നെ പറ്റി ചീത്ത. ജിൽബി അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല, പേരെഴുതി വെച്ചില്ല, മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അന്ന് അത് ഭയങ്കര വിഷമമായി കേട്ടോ. ഇത്രയും കാലം ചെയ്തിട്ട് ഒരു ദിവസം ചെയ്യാതിരുന്നപ്പോൾ അവരെന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞല്ലോ എന്നൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു വേർതിരിവ് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ലൈഫിലെ എത്ര നല്ല കാര്യങ്ങൾ എത്ര വട്ടം ചെയ്തിട്ട് ഒരു കഥയില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണെന്നുണ്ടെങ്കിൽ ആ തെറ്റ് പറയാൻ ഒരു 100 നാക്കും 100 പേരും കാണും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരികൾക്കനുസരിച്ച് മുന്നോട്ട് പോകാം. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.